ഹായ് ഫ്രണ്ട്സ്, പവിത്രം സീരിയലിൻ്റെ 32ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗൗരിമോൾ ടീച്ചർ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വിക്രം മോൾക്കുള്ള ഫുഡായിട്ട് വരികയാണ് കേട്ടോ. അന്നേരം മോൾ ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ പോവാതിരിക്കുന്ന സമയത്ത് ടീച്ചർ പറയും, ഗൗരി ചെല്ല്, എനിക്ക് ഫുഡ് വേണ്ട മാം, എൻ്റെ ക്ലാസ്സിൽ ഫുഡ് കഴിക്കാതിരിക്കാൻ പറ്റില്ല, വേഗം പോയി ഫുഡ് കഴിക്ക്. അങ്ങനെ ഗൗരിമോൾ പുറത്തേക്ക് വരും. എന്നിട്ട് മോൾ പറയും, ചമ്പുകാന എന്നോട് മിണ്ടണ്ട. ശരി, ഞാൻ മിണ്ടുന്നില്ല, എന്നാലും നമുക്ക് ഫുഡ് കഴിക്കാമല്ലോ. ശരി, നമുക്ക് ആ മരത്തിൻ്റെ ചോട്ടിലിരുന്ന് കഴിക്കാമല്ലോ. അവിടെ ആവുമ്പം കാട്ടാക്കടകൻ ലുക്കിയുടെ ചേച്ചിക്ക് ഇലയിൽ ലഡ്ഡു പൊതിഞ്ഞ് കഴിക്കുന്നത് പോലെ നമുക്ക് കഴിക്കാം. അന്നേരം ഗൗരിമോൾ ഇങ്ങനെ അത്ഭുതത്തോടെ ചോദിക്കും, ചമ്പുകാരനെ അതിന് ചോട്ടാക്കടകൻ കാർട്ടൂൺ കണ്ടിട്ടുണ്ടോ? അന്നേരം വിക്രം പറയും, ചോട്ടാക്കടകൻ്റെ കൂടെ നടക്കുമ്പോൾ പിന്നെ കാണാതിരിക്കാൻ പറ്റുമോ? അത് കേൾക്കുമ്പോൾ ഗൗരിമോൾക്ക് ഭയങ്കര ചിരി വരികയാണ്. വിക്രത്തിനോടുള്ള ആ ദേഷ്യമൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് അലിഞ്ഞില്ലാതാവാണ് ഗൗരിമോള്. അങ്ങനെ മോള് ചിരിച്ചുകൊണ്ട് തന്നെയാണ് മാവിൻ്റെ ചോട്ടിൽ വന്നിരിക്കുന്നത്. അങ്ങനെ വിക്രം ഭക്ഷണം എടുക്കുമ്പോൾ മോള് ചോദിക്കും, എന്താ ഭക്ഷണം? ഇപ്പോൾ ചപ്പാത്തി കാണുമ്പോൾ പറയും, അയ്യേ ചപ്പാത്തിയാ, എനിക്ക് ചപ്പാത്തി ഇഷ്ടമല്ല, ചപ്പാത്തി കഴിച്ചേ പറ്റൂ, എൻ്റെ അച്ഛൻ പറഞ്ഞാൽ പോലും ഞാൻ കഴിക്കില്ല, എന്നാൽ ഞാൻ പറഞ്ഞാൽ മോള് കഴിക്കേണ്ടി വരും. അയ്യടാ, ചമ്പുകൻ പറഞ്ഞാൽ ഞാൻ ഒട്ടും കഴിക്കില്ല, അതിന് ചമ്പുകൻ്റെ കയ്യിലൊരു സാധനമുണ്ട്, അത് പുരട്ടിയാൽ എന്തായാലും കഴിക്കും. നോണയൻ, നോണ പറയാ. ചോട്ടാകടകൻ അറിയാത്ത ഒരു സാധനവും ചമ്പുകൻ്റെ കയ്യിലില്ല, കാണിച്ചെന്നാ കഴിക്കുമോ? ആദ്യം കാണിച്ചതാ. അത് പറ്റില്ല, സത്യം ചെയ്യ്, ആദ്യം അച്ഛനെ പിടിച്ച് സത്യം ചെയ്യ് എന്ന് പറയുമ്പോൾ മോള് പറയും, വെറുതെ സത്യം ചെയ്താൽ തല പൊട്ടിത്തെറിക്കും, എങ്കിൽ ചമ്പുകൻ്റെ തലയിൽ തൊട്ട് സത്യം ചെയ്യ് എന്ന് പറയുമ്പോൾ മോള് പറയും, ചമ്പുകനാണേ എൻ്റെ അച്ഛനാണ് സത്യം. മോള് സത്യം ചെയ്യുന്ന സമയത്ത് വിക്രം പിന്നെ ഐസ്ക്രീമിൻ്റെ ബോട്ടിൽ പുറത്തേക്ക് എടുക്കുകയാണ്. അത് കാണുമ്പോൾ ഗൗരിമോള്, ഹായ് ഐസ്ക്രീം താ എന്ന് പറയുമ്പോൾ വിക്രം പറയും, ഇതങ്ങനെ കഴിക്കാൻ പറ്റില്ല, ചപ്പാത്തിയിൽ കഴിക്കണം, 2 ചപ്പാത്തി കഴിക്കണം. ഞാനങ്ങനെ ഇതുവരെ കഴിച്ചിട്ടില്ല, നല്ല സ്വാദാണ്, മോള് കഴിച്ചു നോക്ക്. ടീച്ചറാണെങ്കിലോ ഇതൊക്കെ ഇങ്ങനെ വിക്രം കുഞ്ഞിനെ കൊണ്ട് ഭക്ഷണം കഴിപ്പിക്കുന്നൊക്കെ ഇങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. ടീച്ചർക്കറിയാം വിക്രമിനെ കൊണ്ട് മാത്രമേ അത് സാധിക്കുകയുള്ളൂ എന്ന്. അങ്ങനെ ഗൗരിമോൾക്ക് അത് ഒരുപാട് ഇഷ്ടമാവാണ്. അപ്പം ഗൗരിമോൾ പറയുന്നുണ്ട്, ഹായ് സൂപ്പർ എന്നൊക്കെ. എന്നിട്ട് പതിയെ പതിയെ ഗൗരിമോൾക്ക് വിക്രമിനോടുള്ള ആ ഒരു ദേഷ്യമൊക്കെ ഇങ്ങനെ അലിഞ്ഞില്ലാണ്ടായി വരികയാണ്. പിന്നീട് കാണിക്കുന്നത് വിക്രം ഇങ്ങനെ ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട് സമയത്ത് അച്ഛൻ അവിടെ പുറത്ത് നിൽക്കുന്നുണ്ടായിരിക്കും. എന്നിട്ട് അച്ഛൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, അച്ഛാ അരവിന്ദേട്ടൻ എങ്ങനെയുണ്ട്? അരവിന്ദന് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, കുറച്ച് തലപൊട്ടി ചോരപ്പോയി എന്നല്ലാതെ മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല, 2 സ്റ്റിച്ച് ഉണ്ട്. മുറിയിലാണോ എന്ന് ചോദിക്കുമ്പോൾ പറയും, ഇന്ന് തന്നെ ഡിസ്ചാർജായി പോകാമായിരുന്നു, അപ്പോഴല്ലേ ആമി ഇങ്ങനെ വീണത്, അതുകൊണ്ട് ആമിക്ക് മരുന്ന് വാങ്ങാൻ പോയതാ. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ സിസ്റ്റർ വന്നിട്ട് പറയും, ആമിയുടെ മയക്കം വിട്ടു, കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ വന്ന് കണ്ടോളൂ എന്ന് പറയുമ്പോൾ, അച്ഛാ ഞാനൊന്ന് കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞ് വിക്രം ആമിയെ കാണാൻ വേണ്ടിയിട്ട് ഉള്ളിലേക്ക് വരികയാണ്. അങ്ങനെ വിക്രം വന്ന് വിളിക്കുമ്പം ആമി പിന്നെ എണീറ്റിരിക്കുകയാണ്. എന്നിട്ട് ചോദിക്കും, അച്ഛനിപ്പോൾ ഒന്നുമില്ല, ഇപ്പം തന്നെ ആമിക്ക് മരുന്ന് വാങ്ങാൻ പോയിരിക്കുകയാണ് അച്ഛൻ. എന്നിട്ട് വിക്രം പറയും, ഇതൊരുമാതിരി കുറുന്തോട്ടിക്ക് വാദം എന്ന് പറഞ്ഞതുപോലെ ആയല്ലോ, അച്ഛനൊരു അസുഖം വന്നപ്പോൾ കൂടെ ഇരുന്ന് നോക്കേണ്ട ആളെ ഇങ്ങനെ വീണു പോയല്ലോ. അതൊക്കെ പറയുമ്പോൾ ആമി ഇങ്ങനെ വിക്രത്തിനെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ വിക്രം ചോദിക്കുക, എന്തെങ്കിലും വേണോ, എന്താ വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ആമി ഇങ്ങനെ വിക്രത്തിൻ്റെ കൈ പിടിക്കാൻ വേണ്ടിയിട്ട് നോക്കുന്ന സമയത്ത് വിക്രം പെട്ടെന്ന് അവിടുന്ന് എണീക്കും. വീണ്ടും ആമി പറയും, ഇരിക്കേ, പേടിച്ചു പോയോ എന്ന് ചോദിച്ചിട്ട് വിക്രത്തിൻ്റെ കൈ പിടിക്കുകയാണ്. എന്നിട്ട് ആമി പറയും, ഞാൻ പറഞ്ഞില്ലേ ഇതൊരു വേലിയിറക്കത്തിൻ്റെ സമയമാണ്, ഈ സമയത്ത് അധികം ആളുകളോടൊന്നും സംസാരിക്കാൻ ഞാൻ ഇഷ്ടപ്പെടാറില്ല, എൻ്റെ ഏറ്റവും അടുത്ത ആളുകളോടല്ലാതെ ഞാൻ സംസാരിക്കില്ല. ഇപ്പം ആ കൂട്ടത്തിൽ വിക്രം ഉണ്ടെന്ന് തോന്നുന്നു, കുറച്ച് നേരം എൻ്റെ അടുത്തിരിക്കോ എന്ന് ചോദിക്കുന്ന സമയത്താണ് അരവിന്ദേട്ടൻ മരുന്നുമായിട്ട് അകത്തേക്ക് വരുന്നത്. വിക്രത്തിനോട് മോള് സംസാരിക്കുന്നത് കാണുമ്പം അരവിന്ദേട്ടൻ വേഗം പുറത്തേക്ക് ഇറങ്ങാണ്. എന്നിട്ട് മാഷെടുത്ത് പറയും, ആമി വിക്രമായിട്ട് സംസാരിക്കുക. അപ്പം ഞാനിങ്ങ് പോന്നു, അവൾക്ക് അതൊരാശ്വാസം ആവുകയാണെങ്കിൽ അങ്ങനെ ആവട്ടെ എന്ന് കരുതി. ഞാൻ ഡോക്ടറെ ഒന്ന് കണ്ടിട്ട് വരാം, എപ്പോഴാണ് മടങ്ങുക എന്നറിയില്ലല്ലോ എന്ന് പറഞ്ഞ് അരവിന്ദേട്ടൻ ഡോക്ടറെ കാണാൻ പോകുന്ന സമയത്ത് മാഷ് ഇങ്ങനെ ഓരോന്ന് ആലോചിക്കുകയാണ്. കാരണം അരവിന്ദേട്ടന് എങ്ങനെയെങ്കിലും വിക്രത്തിനെ കൊണ്ട് ആമിയെ കല്യാണം കഴിപ്പിക്കണം എന്നുണ്ട്. പക്ഷേ മാഷുടെ മനസ്സിൽ ആ മരുമകളുടെ സ്ഥാനത്ത് വേദയാണ്, വേദയല്ലാതെ മറ്റൊരു പെൺകുട്ടിയെ ആ ഒരു സ്ഥാനത്തേക്ക് കാണാൻ മാഷിന് കഴിയുന്നില്ല. പിന്നീട് കാണിക്കുന്നത് ഗൗരിമോളുടെ സ്കൂളാണ്. അങ്ങനെ സ്കൂൾ വിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഗൗരിമോൾ ഇങ്ങനെ വിക്രത്തിനെ തിരയുന്നുണ്ടായിരിക്കും. അപ്പം ഗൗരിമോളുടെ ഫ്രണ്ട് പറയുന്നുണ്ട്, ഗൗരി നിൻ്റെ ബോഡി ഗാർഡിനെ കാണുന്നില്ലല്ലോ. ആ സമയത്ത് എത്തിയിട്ടുണ്ടായിരിക്കില്ല, കാരണം വിക്രം ഹോസ്പിറ്റലിൽ പോയതാണല്ലോ. അതുകൊണ്ട് തന്നെ ഗൗരിമോൾക്ക് അതൊന്നും അറിയില്ല. ഗൗരിമോൾ വിചാരിക്കും ചമ്പുകാനിട്ടൊരു പണി കൊടുക്കണം എന്ന് കരുതി നേരെ അവളുടെ ടീച്ചറുടെ അടുത്ത് വന്നിട്ട് പറയും, ടീച്ചറെ ഞാൻ ബസ്സിൽ കയറി ഇരുന്നോട്ടെ. അങ്ങനെ ടീച്ചർ ഇരുന്നോളാൻ പറയുമ്പോൾ പിന്നെ നേരെ ബസ്സിൽ കൊണ്ടുവിടുന്ന ചേച്ചിയുടെ അടുത്ത് ചോദിക്കും, ഞാൻ വണ്ടി കയറി ഇരുന്നോട്ടെ?
ഇരുന്നോ മോളെ എന്നും പറഞ്ഞിട്ട് അവർ വിചാരിക്കും ഗൗരിമോള് ബസ്സിൽ കയറിയിരിക്കുന്നുണ്ടെന്ന്. പക്ഷേ ഗൗരിമോള് ബസ്സിൽ കയറാതെ നേരെ ബസ്സിൻ്റെ പിന്നിലൂടെ നേരെ വരാന്തയിലേക്ക് പോകുന്നത് ആ ചേച്ചി കാണുന്നുണ്ടായിരിക്കില്ല. അങ്ങനെ ബസ് എടുക്കുന്ന സമയമാകുമ്പോഴേക്കും വിക്രം അവിടേക്ക് ഓടി എത്തുന്നുണ്ട്. പക്ഷേ വിക്രത്തിന് അറിയില്ല ഗൗരിമോള് കയറാത്ത കാര്യമൊന്നും. അങ്ങനെ ബസ്സിനെ വിക്രം ഫോളോ ചെയ്ത് പോവുകയാണ്. ഗൗരി പിന്നെ ഇതൊക്കെ കണ്ട് ചിരിക്കുകയാണ് കേട്ടോ. ചമ്പുകാനായിട്ടൊരു പണി കൊടുക്കണമെന്ന് മാത്രമേ ഗൗരി ആലോചിച്ചുള്ളൂ. അവൾ പിന്നെ നേരെ ഗാർഡനിലൊക്കെ പോയി പൂക്കളെയും പൂമ്പാറ്റകളെയൊക്കെ ആസ്വദിച്ച് അവളിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ബസ് വീട്ടിലെത്താൻ സമയത്തായിരിക്കും ഗൗരിമോള് കയറാത്ത വിവരം ബസ്സിലിരിക്കുന്നവർ അറിയുന്നത്. അങ്ങനെ നേരെ സീതാമ്മ അപ്പോഴേക്കും മോളെ കൂട്ടാനായിട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ടായിരിക്കും. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, മോളെവിടെ? അത് മാഡം, മോള് കയറിയിട്ടില്ല. സീതാമ്മ ദേഷ്യം പിടിച്ച് ചോദിക്കും, അത് ശരി, അപ്പോൾ ഏതൊക്കെ കുട്ടികളാണ് കയറുന്നത് ഏതൊക്കെ കയറാത്തതെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? അത് മാഡം, ഇയാളുടെ കൂടെ ബൈക്കിൽ വരുന്നെന്നാ പറഞ്ഞത്. ആര് പറഞ്ഞു? കുട്ടികൾ പറഞ്ഞു. എന്നിട്ട് വിക്രമിൻ്റെ അടുത്തും ചൂടാവുന്നുണ്ട്. താൻ എന്തൊരു ബോഡി ഗാർഡാടോ, തന്നെ എന്തിനാ ഏൽപ്പിച്ചത്? മോളെവിടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ വിക്രം പറയുന്നുണ്ട്, അത് മാഡം, ഞാൻ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എനിക്ക് വയ്യാതെ. എന്നിട്ട് വിക്രമിൻ്റെ അടുത്തും ചൂടാവുന്നുണ്ട്. താൻ എന്തോ വാ പൊളിച്ച് നിൽക്കുകയായിരുന്നടോ, മോളെ കാര്യം ശ്രദ്ധിക്കാനല്ലേ തന്നെ ഏൽപ്പിച്ചത്. എന്നിട്ട് ജോലിക്കാരനോട് പറയും, വണ്ടി എടുക്ക്. അതിൻ്റെ പിന്നാലെ വിക്രവും പോകുന്നുണ്ടായിരിക്കും. അങ്ങനെ അവർ പിന്നെ നേരെ സ്കൂളിൽ വന്നിട്ടാണ് ആദ്യം നോക്കുന്നത്. അങ്ങനെ ഗേറ്റ് തുറന്ന് പിന്നെ അവർ ക്ലാസ് റൂമിലൊക്കെ ഗൗരിമോളെ എന്ന് വിളിച്ച് ക്ലാസ് റൂമിലൊക്കെ തിരയുകയാണ്. വിക്രമാണെന്നുണ്ടെങ്കിൽ ആകെ ടെൻഷനിലാണ്. കാരണം വിക്രമിനെ ഏൽപ്പിച്ചതല്ലേ കുഞ്ഞിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കാൻ. തരുണ് ഇതറിഞ്ഞാൽ എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്നുള്ള ഓർത്തിട്ട് വിക്രമിന് നല്ല ടെൻഷനും ഉണ്ട്. മോളെ വിളിച്ച് ഇങ്ങനെ അന്വേഷിച്ച് നടക്കുന്നതൊക്കെ ഗൗരിമോള് പിറകിലിരുന്ന് കാണുന്നുണ്ട് കേട്ടോ. എന്നാലോ മോൾ ആ സമയത്തൊന്നും വിളി കേൾക്കുന്നില്ല. അവൾ ഉറക്കം ഇങ്ങനെ ചിരിക്കുകയാണ്, വാ പൊത്തി ഇങ്ങനെ ചിരിക്കുകയാണ്. അങ്ങനെ ക്ലാസ് റൂമിലൊക്കെ തിരഞ്ഞതിന് ശേഷം പുറത്ത് വന്നിട്ട് സീതാമ്മ പറയും, മോള് ബസ് കാത്തു നിന്ന സമയത്ത് മോൾ ആരെങ്കിലും തട്ടിക്കൊണ്ടു പോയോ ആവും. താൻ എന്ത് വാ പൊളിച്ച് നിൽക്കുമായിരുന്നടോ എന്ന് പറഞ്ഞിട്ട് വിക്രമിൻ്റെ അടുത്ത് ചൂടാവുകയാണ്. അങ്ങനെ വിക്രമിനോട് ഇങ്ങനെ ചൂടാവുന്നത് കേട്ടിട്ട് ഗൗരിമോൾ ഇങ്ങനെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് അവരുടെ മുന്നിലേക്ക് വരികയാണ്. മോളെ കണ്ടതും വിക്രമിന് വല്ലാത്തൊരു ആശ്വാസവും സന്തോഷവും ഒക്കെ തോന്നുകയാണ് കേട്ടോ. അപ്പോൾ മോള് പറയും, ചമ്പുകാന് ചീത്ത കേട്ടേ എന്നും പറഞ്ഞ് ചിരിച്ചിട്ടാണ് മോൾ അവിടേക്ക് വരുന്നത്. വിക്രം മോളുടെ അടുത്ത് ഓടി വന്നിട്ട് പറയും, നീ പേടിപ്പിച്ചു കളഞ്ഞല്ലോ മോളെ. അപ്പം സീതാമ്മ വന്നിട്ട് പറയും, വാടി ഇങ്ങോട്ട്, നീ എന്ത് പണിയാണ് ചെയ്തത്? നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് മോളോട് ചീത്ത പറയുന്ന സമയത്ത് വിക്രം പറയും, അയ്യോ മോളോടൊന്നും പറയല്ലേ, മോളോട് ചൂടാവില്ലേ. അത് ചോദിക്കാൻ താനാരാ? ബോഡിഗാർഡിൻ്റെ സ്ഥാനത്ത് നിന്നാൽ മതി. ഞങ്ങളുടെ കുഞ്ഞിനെ ചിലപ്പോൾ അടിച്ചെന്നിരിക്കും, ചീത്ത പറഞ്ഞെന്നിരിക്കും. താനാരാ അത് ചോദിക്കാൻ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഗൗരിമോൾ വീണ്ടും ഇങ്ങനെ ഉറക്കെ ചിരിക്കുകയാണ്. അപ്പോൾ സീതാമ്മ ചോദിക്കും, എന്താ അടി ഇത്ര ചിരിക്കാൻ? നിൻ്റെ തന്ത വരട്ടെ, നിനക്ക് നല്ല അടി ഞാൻ മേടിച്ചു തരാം. ആ സമയത്ത് റാം നടക്കങ്ങോട്ട് എന്ന് പറയുമ്പോൾ റാമിൻ്റെ അടുത്ത് ചൂടാകുന്നത് കണ്ടിട്ട് വീണ്ടും സീതാമ്മ പറയും, മുതിർന്നവരോട് തർക്കുത്തരം പറയരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ. അന്നേരം മോള് പറയും, ചോട്ടക്കടയിലെ രാക്ഷസനാണ് ഇയാൾ, അച്ചമ്മ രാക്ഷസിയും വീർവാണി മുത്തി എന്ന് പറയുമ്പം അച്ചമ്മ ചൂടാവാണ് മോളടുത്ത്, അടിച്ച് പൊട്ടിക്കും ഞാൻ, മിണ്ടാതിരിക്കടി എന്ന് പറയുമ്പോൾ വിക്രം പറയാണ്, അയ്യോ മോളുടെ അടുത്ത് ഇങ്ങനെയൊന്നും പറയല്ലേ, മതി, വീട്ടിൽ കൊണ്ടുപോയിട്ട് വേണം ഇങ്ങനെ ശാസിക്കാനും ഉപദേശിക്കാനൊക്കെ, അല്ലാതെ ഇങ്ങനെ പബ്ലിക് പ്ലേസിൽ വെച്ചിട്ടല്ല എന്ന് പറയുമ്പോൾ പിന്നെ സീതാമ്മ ഒന്നും മിണ്ടാതെ വണ്ടിയിൽ കയറ്റുകയാണ് മോളെ. അങ്ങനെ വീട്ടിലെത്തുന്ന സമയത്ത് അച്ചമ്മ വീണ്ടും പറയും, ഇറങ്ങടി ഇങ്ങോട്ട്, നിനക്ക് വികൃതി കുറച്ച് കൂടുന്നുണ്ട്, ലാളിച്ച് വഷളാക്കി വെച്ചേരിക്കുക. അപ്പോൾ ഗൗരിമോൾ വീണ്ടും പറയും, വീർവാണി മുത്തി പോയിക്കോ, എന്തോന്ന് ഒന്ന് തന്നാലുണ്ടല്ലോ എന്ന് പറഞ്ഞ് മോളെ അടിക്കാൻ പോകുമ്പോൾ വിക്രം വീണ്ടും വന്നിട്ട് പറയും, അയ്യോ ഒന്നും ചെയ്യണ്ട, അത് ചോദിക്കാൻ താൻ ആരടോ? കുട്ടിയെ നോക്കേണ്ട സമയത്ത് അവിടെ ഇവിടെയും തെണ്ടി നടന്നിട്ട് ഇപ്പോൾ വർത്തമാനം പറയാൻ വന്നിരിക്കുന്നു. അയ്യോ ഞാൻ പറഞ്ഞില്ല, അത്യാവശ്യമായിട്ട് ഹോസ്പിറ്റലിൽ പോയതാ, സ്കൂൾ വിടുന്ന സമയത്ത് തിരിച്ചെത്താമെന്ന് കരുതി, എന്നിട്ട് എത്തിയില്ലല്ലോ. ഒരു 10 മിനിറ്റ് വൈകിപ്പോയി, വേണമെങ്കിൽ ഞാൻ ബൈക്കിൽ കൊണ്ടുവിടാം. അയ്യോ വേണ്ടേ, എന്നിട്ട് വേണം അടുത്ത പ്രശ്നം ഉണ്ടാവാൻ. താൻ പറഞ്ഞ കാര്യങ്ങൾ വൃത്തിയായിട്ട് ചെയ്താൽ മതി, കൂടുതൽ സഹായങ്ങളൊന്നും വേണ്ട കേട്ടല്ലോ എന്ന് പറഞ്ഞിട്ട് സീതാമ്മ ദേഷ്യം പിടിച്ച് അകത്തേക്ക് പോവാണ്. അച്ചമ്മ ചൂടായാലും ഗൗരിമോൾ ആകെ സങ്കടപ്പെട്ട് നിൽക്കുന്ന സമയത്ത് വിക്രം പറയും, ചോട്ടാ കടകനെ ഇങ്ങനെ ചെയ്തത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായി. എന്തിനാണെന്ന് പറയട്ടെ, ചമ്പുകനെ പറ്റിക്കാനല്ലേ. അപ്പോൾ ഗൗരിമോൾ ഇങ്ങനെ തലയാട്ടിയിട്ട് എന്ന് പറയുമ്പോൾ വിക്രം ചോദിക്കും, എന്നിട്ട് പറ്റിച്ചില്ലേ? ചോട്ടാ കടകൻ ഒളിച്ചു നിൽക്കുന്ന അറിയാതെ ചമ്പുകൻ പറക്കും ഉരുളിയിൽ പോയില്ലേ? അപ്പോൾ ആരാ തോറ്റത്? ചമ്പുകൻ. പിന്നെ എന്തിനാ ഇങ്ങനെ കരയുന്ന വയ്ക്കുമ്പോൾ പിന്നെ മോൾക്ക് ഭയങ്കര ചിരി വരികയാണ്. എന്നിട്ട് ഗൗരിമോളോട് പറയും, മിടിക്ക്, കരയാതെ പോയി പാല് കുടിക്കുക എന്ന് പറഞ്ഞ് മോളെ പറഞ്ഞയക്കുകയാണ്. പിന്നെ വിക്രം മോള് പോകുന്നത് നോക്കി ഇങ്ങനെ ചിരിച്ചിരിക്കുകയാണ്. അതോട് കൂടിയിട്ടാണ് കേട്ടോ ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്.